അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽഫൈസിന ബിറുദല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദര സഹോദരിമാർ അവരുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അവരുടെ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഈ വെള്ളിയാഴ്ച രാവിൻ്റെയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും ബറക്കത്ത് കൊണ്ട് അവരുടെ എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കറപ്പേ. അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാവർക്കും ഉറച്ച ഈമാനോടുകൂടി ജീവിക്കാനും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിലേക്കും വെള്ളിയാഴ്ച ദിവസത്തിലേക്കും നാം എല്ലാവരും ചേരുകയാണ്. എന്നാൽ ഈ പരിശുദ്ധമായ ഈ റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസവും നമുക്ക് കിട്ടിയ വലിയ ഒരു സുന്ദരമായ അവസരവും സന്ദർഭവുമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഈ വലിയ അവസരങ്ങൾ നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുത്. കാരണം പരിശുദ്ധമായ ഈ റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിനും വെള്ളിയാഴ്ച ദിവസത്തിനും അല്ലാഹു സുബ്ഹാനഹു തആല വലിയ പോരിശയും വലിയ പരിഗണനയുമാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസത്തിലും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളുമൊക്കെ നമുക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്ത് നമുക്ക് അത് നിറവേറ്റിയെടുക്കാൻ പറ്റിയ നല്ല ഒരു സമയമാണ് ഇത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച ദിവസവും നമ്മൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഭീമമായ നഷ്ടമാണ് നമുക്ക് അതുകൊണ്ട് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിലെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിനെയും വെള്ളിയാഴ്ച ദിവസത്തെയും നമ്മൾ വലിയ വിലപ്പെട്ട രീതിയിൽ കാണേണ്ട ആവശ്യമുണ്ട്. കാരണം മലക്കുകളുടെ ലോകത്ത് പ്രത്യേകം ബഹുമാനത്തിൻ്റെയും ആദരവിൻ്റെയും രാവ് എന്നറിയപ്പെടുന്ന മഹോന്നതമായ രാവാണ് പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവ്. നമുക്കറിയാം, വെള്ളിയാഴ്ച രാവിന് തുല്യതയില്ലാത്ത മഹത്വങ്ങളാണ് ഉള്ളത് എന്ന്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുവിന് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ട മാസമായ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ വെള്ളിയാഴ്ച രാവിന് എത്രത്തോളം മഹത്വങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പരിശുദ്ധമായ ഈ റജബ് മാസത്തിൻ്റെ ആദ്യ രാവിൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നാം എല്ലാവരും ദുആ ചെയ്തവരുമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. എന്നാൽ പരിശുദ്ധമായ ഈ റജബ് മാസത്തിൽ നമുക്ക് രണ്ടാമതായി ദുആക്ക് ഇജാബത്തുള്ള ഒരു സമയമാണ് ഈ വെള്ളിയാഴ്ച രാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വെള്ളിയാഴ്ച രാവിൽ നിങ്ങൾ ധാരാളം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ആരെങ്കിലും ഒരാൾ പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസത്തിലോ 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് ഒരു വെളിച്ചം നൽകും. ആ വെളിച്ചത്തിലൂടെ, ആ പ്രകാശത്തിലൂടെ അവർ സ്വർഗത്തിൽ എത്തിച്ചേരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. അതായത് പരിശുദ്ധ റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസത്തിലോ സൂറത്തുൽ ഇഖ്ലാസ് 100 പ്രാവശ്യം പതിവാക്കുന്നവർ സ്വർഗത്തിലാണ് എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ റജബ് മാസത്തിലെ ഈ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച ദിവസത്തിലോ നിങ്ങൾ ഒരു 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ.
നമുക്കറിയാം സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ പരിശുദ്ധ ഖുർആൻ ഖത്തം തീർത്തതിൻ്റെ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് 100 പ്രാവശ്യം നമ്മൾ ഓതുമ്പോൾ 33 ഖത്തം തീർത്തതിൻ്റെ സ്ഥാനത്തേക്ക് നമ്മുടെ അമൽ വളരും. അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, സൂറത്തുൽ ഇഖ്ലാസിന് വലിയ മഹത്വമാണ് ഉള്ളത്. ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ ദിവസവും 10 പ്രാവശ്യം പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരു 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പാരായണം ചെയ്താൽ മതി. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗം തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഹദീസുകളിലൊക്കെ കാണാം വെള്ളിയാഴ്ച ദിവസം നടക്കുന്ന ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കാര്യം. ആകാശഭൂമിയിലുള്ള സർവ്വ മലക്കുകളും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം പരിശുദ്ധ കഅബയിൽ ഒരുമിച്ച് കൂടും. എന്നാൽ ഈ പരിശുദ്ധ കഅബയുടെ ചുറ്റും കൂടി നിൽക്കുന്ന ഈ കോടിക്കണക്കിന് മലക്കുകൾ എന്തിനാണ് നിൽക്കുന്നത് എന്ന് അള്ളാഹുവിന് അറിയാം. എന്നാലും അള്ളാഹു സുബ്ഹാനഹു തആല ആ മലക്കുകളോട് ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നത് എന്ന്. ആ സമയത്ത് ആ കഅബയുടെ ചുറ്റും കൂടി നിൽക്കുന്ന മലക്കുകൾ അള്ളാഹുവിനോട് പറയും, റജബ് മാസത്തിൽ നോമ്പ് നോറ്റവരുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ എന്ന് പറയാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്ന് ആ മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് പറയും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ആ കോടാനക്കോടി മലക്കുകളോട് പറയും, നിങ്ങളുടെ ആവശ്യം ഞാൻ നിറവേറ്റിയിരിക്കുന്നു, അവർക്ക് ഞാൻ അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസത്തിലെ നോമ്പുകൾ നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. അപ്പോൾ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച രാവിൻ്റെയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും മഹത്വങ്ങൾ പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. അതിൽ കുറച്ച് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശുദ്ധമായ റജബ് മാസത്തിലെ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾ ചൊല്ലേണ്ട ഒരു ഇസ്മാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ജീവിതത്തിൽ പല രോഗങ്ങൾ കൊണ്ടും എന്നും ഒരുപാട് വേദനയും മറ്റു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരുമൊക്കെ ഇന്ന് ലോകത്ത് ധാരാളം ആളുകൾ ഉണ്ട്. അങ്ങനെ രോഗങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവരൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇസ്മ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ രോഗത്തിന് ശമനം നൽകുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് ജീവിതത്തിൽ ധാരാളം ആളുകൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒന്നാണ് കടം എന്നത്. അപ്പോൾ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇസ്മ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ചൊല്ലുക. അതുപോലെ തന്നെ വർഷങ്ങളോളമായി കല്യാണം നോക്കിയിട്ടും കല്യാണം ശരിയാകാതെ അതിൻ്റെ വിഷമത്തിൽ പുറത്തിറങ്ങാൻ പോലും മടിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ഒതുങ്ങിക്കഴിയുന്ന ധാരാളം സഹോദര സഹോദരിമാരുണ്ട്. അവരൊക്കെയും ഈ ഇസ്മ വെള്ളിയാഴ്ച ദിവസത്തിൽ പതിവാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് അനുയോജ്യമായ ഒരു സ്വാലിഹായ ഇണയെ അവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ വർഷങ്ങളായിട്ടും കുട്ടികളില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് ഒരുപാട് പണം ചിലവഴിച്ച് ഒരുപാട് ചികിത്സകളെല്ലാം നടത്തിയിട്ടും കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. അവരൊക്കെയും ഈ ഇസ്മ നിങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ പതിവാക്കുക. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വീടില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളും ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളുമൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇസ്മ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ചൊല്ലുക. നമുക്കറിയാം അസ്മാഉൽ ഹുസ്നയിലെ ആദ്യത്തെ നാമമാണ് അല്ലാഹു എന്നുള്ളത്. എന്നാൽ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഏറ്റവും മഹത്തായ നാമവും
ഏറ്റവും മഹത്തായ ദിക്റും അല്ലാഹു എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ചൊല്ലേണ്ട ആ ഇസ്മ ഇതാണ്, യാ അല്ലാഹ് എന്ന ഈ ഇസ്മാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഇത് നിങ്ങൾ ചൊല്ലേണ്ടത് വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് മുമ്പായിട്ട് നല്ല വൃത്തിയുള്ള വസ്ത്രമൊക്കെ ഇട്ട് നല്ല വൃത്തിയോടുകൂടി വൃത്തിയുള്ള സ്ഥലത്ത് ഇരുന്നു കൊണ്ട് യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു എന്നിങ്ങനെ നിങ്ങൾ 200 പ്രാവശ്യം ചൊല്ലുക. ഇത് നിങ്ങൾ ചൊല്ലുമ്പോൾ നല്ല ഹൃദയ സാന്നിധ്യത്തോടു കൂടി മറ്റു ചിന്തകളൊന്നുമില്ലാതെ നല്ല ഇഖ്ലാസോടു കൂടി വേണം ഇത് നിങ്ങൾ ചൊല്ലാൻ. ഇങ്ങനെ ഈ ഇസ്മ ഒരാൾ എല്ലാ വെള്ളിയാഴ്ചയും ജുമാക്ക് മുമ്പായിട്ട് 200 പ്രാവശ്യം ഇത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അവനിക്ക് ഹാസിലാക്കി കൊടുക്കും. അതായത് ഒരു മനുഷ്യൻ്റെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അവനിക്ക് നിറവേറ്റി കൊടുക്കും. മാത്രമല്ല, ഒരു രോഗിയാണ് ഈ ഇസ്മ എല്ലാ വെള്ളിയാഴ്ചയും ഈ രീതിയിൽ പതിവാക്കുന്നതെങ്കിൽ അയാളുടെ രോഗം മാറിക്കിട്ടുമെന്ന് ഇമാം സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു എന്നിങ്ങനെ 100 പ്രാവശ്യം ചൊല്ലുന്നവർക്ക് ഹൃദയ വിശാലത വരികയും മനസ്സിന് വലിയ സന്തോഷം വരികയും ആന്തരിക ജ്ഞാനം ലഭിക്കുകയും അവർ ചെയ്യുന്ന എല്ലാ ദുആകളും അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയും ചെയ്യും. ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ റജബ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയിൽ തന്നെ നിങ്ങൾ ഈ ഇസ്മ നിങ്ങൾ ചൊല്ലിത്തുടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.